വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം അതായത് 2026 വളരെ പ്രതീക്ഷയോടെ പരീക്ഷ എഴുതിയ പ്ലസ് ടു റിസൾട്ട് നിങ്ങൾ കാത്തിരുന്നത് പോലെ തന്നെ വരുന്ന വീക്കിൽ ഏകദേശം മെയ് 22-ാം തീയതി തന്നെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്ലസ് ടു റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ട് മെയ് 22-ന് തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി വളരെ പ്രധാനപ്പെട്ട ഓൾറെഡി പല വിദ്യാർത്ഥികളും പല മേഖലയിലും കോഴ്സുകൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലും പല വിദ്യാർത്ഥികളും റിസൾട്ട് വരട്ടെ, റിസൾട്ട് വന്നതിന് ശേഷം മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇനി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അത് ആ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും രക്ഷിതാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷനാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ പ്ലസ് ടുവിന് ശേഷം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് തിരഞ്ഞെടുക്കാൻ സാധിക്കുക, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏതൊക്കെയാണ് കോഴ്സുകൾ തുടങ്ങിയ ഓരോ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് തന്നെ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, പ്ലസ് ടുവിന് ശേഷമുള്ള വിവിധ കോഴ്സുകളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പല കോഴ്സുകളിലും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കരിയർ വെയിൻ്റെ ഈ ഒരു ഒഫീഷ്യലായിട്ടുള്ള ചാനൽ ഇനി അങ്ങോട്ട് A to Z കാര്യങ്ങൾ, ഓരോ കോഴ്സിൻ്റെയും A to Z കാര്യങ്ങൾ, അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി പ്ലസ് ടു കഴിഞ്ഞ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് ടുവിന് ശേഷം ധാരാളം കോഴ്സുകളാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും ഓരോ വിദ്യാർത്ഥിയുടെയും അഭിരുചി മനസ്സിലാക്കിയിട്ട്, നിങ്ങളുടെ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് സ്യൂട്ടാവുക എന്ന് കൃത്യമായിട്ട് നിങ്ങൾ തീരുമാനിച്ച ശേഷം മാത്രമാണ് നിങ്ങൾ കോഴ്സിലോട്ട് പോകുവാൻ പാടുള്ളൂ. ഒരു കോഴ്സും മോശമല്ല. അതായത് രണ്ട് കോഴ്സുകൾ തമ്മിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇന്നേ കോഴ്സ് ബെറ്റർ, ഇന്നേ കോഴ്സ് മോശം, അങ്ങനെ ഒരിക്കലുമില്ല. ഏത് കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങളുടെ കഴിവ് അനുസരിച്ചിട്ട് നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ നോർമലായിട്ട് നമുക്ക് പ്ലസ് ടുവിന് ശേഷം എടുക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളായിട്ടുള്ള ഡിഗ്രി, അതേപോലെ തന്നെ പാരാമെഡിക്കൽ, മെഡിക്കൽ, അതേപോലെ നേഴ്സിംഗ്, DLED, IT, IP പോലുള്ള പ്രധാനപ്പെട്ട കോഴ്സുകളിൽ ചെറിയൊരു അപ്ഡേറ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ട് ഓരോ കോഴ്സിൻ്റെയും നമുക്ക് നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് പ്ലസ് ടു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിലെ ഏകദേശം 80% അല്ലെങ്കിൽ ഒരു 70% വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സ് തന്നെയാണ് ഡിഗ്രി എന്ന് പറയുന്ന കോഴ്സ്. ഡിഗ്രി സ്വാഭാവികമായിട്ട് 3 വർഷം മുതൽ 4 വർഷമുള്ള വരെ ഡിഗ്രിയാണ്. അപ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താ വെച്ചാൽ ഡിഗ്രി അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ. അതായത് ഓട്ടോണമസ് കോളേജ്, പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് അറിയാത്ത കാര്യമാണ് എന്താണ് ഓട്ടോണമസ് കോളേജ്. കേരളത്തിലെ സ്വയം ഭരണാവകാശമുള്ള കോളേജുകളാണ്. യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലല്ലാതെ അതത് കോളേജുകൾക്ക് സ്വന്തമായിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ നടത്തുവാൻ സാധിക്കുന്ന, റിസൾട്ട് നടത്തുവാൻ സാധിക്കുന്ന കോളേജുകളെ ഓട്ടോണമസ് കോളേജ് എന്ന് വിളിക്കും. അതായത് മഹാരാജാസ് കോളേജ്, ഫറൂഖ് കോളേജ്, ദേവഗിരി, ഇത്തരത്തിലുള്ള ഒരുപാട് MES മമ്പാട്, ഇങ്ങനെയുള്ള ഒരുപാട് കോളേജുകൾ ഓട്ടോണമസ് പദവിയിൽ വരുന്ന കോളേജുകളാണ്. അത്തരത്തിൽ ഓട്ടോണമസ് കോളേജിൽ ഫറൂഖ് കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകളിൽ ഓൾറെഡി ഓട്ടോണമസ് കോളേജ് ഡിഗ്രി ആണെങ്കിൽ PG ആണെങ്കിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം വിദ്യാർത്ഥികൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യം ചെയ്യാൻ പോവുക. കാരണം കഴിഞ്ഞ വർഷങ്ങൾക്ക് വളരെ കൃത്യമായ രീതിയിൽ അഡ്മിഷൻ സംബന്ധമായിട്ട് ഓരോ കാര്യം നമ്മുടെ ചാനൽ അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരം കൃത്യമായ രീതിയിൽ അഡ്മിഷൻ പ്രോസസ്സ് നടത്തിയിട്ട് അഡ്മിഷൻ കിട്ടി ഇപ്പോൾ പല കോഴ്സുകളും പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥി നമ്മുടെ കേരളയുടെ ഭാഗമായിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം വിദ്യാർത്ഥികൾ അതത് കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. A to Z കാര്യങ്ങൾ നമ്മുടെ ചാനൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. കൂടാതെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ഓൺ സ്പോട്ടിൽ അറിയുവാൻ വേണ്ടി നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും ആ ലിങ്കിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളിലും അപ്ഡേറ്റ് നിങ്ങൾ ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഓട്ടോണമസ് കോളേജ് നമ്മൾ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട എക്സാം പല വിദ്യാർത്ഥികൾ നേരത്തെ, അതായത് ജനുവരി ഫെബ്രുവരി മാസം വിളിച്ച സമയത്ത് വിദ്യാർത്ഥികൾ CUT UG, നിങ്ങൾക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം ആയിട്ടുള്ള CUT UG ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇനി എഴുതാൻ ബാക്കിയുള്ളവരുണ്ട്. അത്തരത്തിൽ CUT UG നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കാനുള്ള അവസരമാണ്. അപ്പോൾ CUT UGയുടെ റിസൾട്ട് ഏകദേശം വിദ്യാർത്ഥികൾക്ക് ജൂൺ 1 അല്ലെങ്കിൽ 2, 3 വീക്കിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഇനി സാധാരണ രീതിയിൽ കേരളത്തിലെ സാധാരണ രീതിയിൽ വിദ്യാർത്ഥികൾ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നോർമലായിട്ടുള്ള ഡിഗ്രി അഡ്മിഷൻ അത് ഏകദേശം മെയ് ലാസ്റ്റ്, ജൂൺ 1 വീക്കോട്, മെയ് ലാസ്റ്റ് വീക്കോട് റിസൾട്ട് വന്ന ഉടനെ തന്നെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കാലിക്കറ്റ്, TMG, കേരള, കണ്ണൂർ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്ന, അതുമായി ബന്ധപ്പെട്ടുള്ള അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യം നമ്മുടെ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.
ഇനി അതേപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് മെഡിക്കൽ ഫീൽഡ് അഥവാ LBSൻ്റെ BSc നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളാണ്. അപ്പോൾ ഈ LBSൻ്റെ പാരാമെഡിക്കൽ അതേപോലെ BSc നഴ്സിംഗ് ഒരുപാട് വിദ്യാർത്ഥികളാണ് +2 കഴിഞ്ഞ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ LBSൻ്റെ A to Z കാര്യങ്ങൾ നമ്മുടെ ചാനൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും സ്കോപ്പ് ആയിട്ടുള്ള LBSൻ്റെ അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ് സെൽഫ് ഫിനാൻസ് കോടതിയിൽ BSc നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് LBS കേരള ഗവൺമെൻറ് ഉടൻ തന്നെ വിളിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യം നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ +2 റിസൾട്ട് കഴിഞ്ഞു മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് LBS അതായത് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്. ധാരാളം പാരാമെഡിക്കൽ കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്കോപ്പുള്ള കോഴ്സ് തന്നെയാണ് പാരാമെഡിക്കൽ കോഴ്സ്. പാരാമെഡിക്കൽ തന്നെ 5-10 കോഴ്സുകൾ LBS തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പല പാരാമെഡിക്കൽ കോഴ്സുകളും മറ്റു രീതിയിൽ വിദ്യാർത്ഥികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ നമ്മുടെ കേരളത്തിന് പുറമെയുള്ള വളരെ പ്രധാനപ്പെട്ട കേരളത്തിൽ അതേ വാല്യുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്കുണ്ട്. അത്തരത്തിൽ പലപ്പോഴും പല വിദ്യാർത്ഥി ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് പിന്നീട് ബുദ്ധിമുട്ടുന്നവർ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ കൃത്യമായിട്ട് കേരളത്തിൽ അതേ രീതിയിൽ നിങ്ങൾ കേരളത്തിലെ ഒരു സെൽഫ് ഫിനാൻസിൽ നിങ്ങൾ എങ്ങനെയാണോ ഫീസ് കൊടുക്കുക അതിനേക്കാളും കുറഞ്ഞ ഫീ നിരക്കിൽ വിദ്യാർത്ഥികൾക്ക് കേരള PSc അംഗീകാരമുള്ള BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ കെരുവൻ കേരളയുടെ ഭാഗമായിട്ട് അഡ്മിഷൻ സംബന്ധമായിട്ട് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾ അറിയിക്കുന്നു. അതിലേക്ക് നിങ്ങൾ താഴെ കൊടുത്ത എൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾ അവിടെയുള്ള ജസ്റ്റ് വീഡിയോയുടെ താഴെ കൊടുത്ത പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറാണ്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പാരാമെഡിക്കൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് ആണെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകളാണ് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സുകളും അഡ്മിഷനും നിങ്ങൾക്ക് എല്ലാവിധ അഡ്മിഷൻ ഹെൽപ്പുകളും നമ്മുടെ കെരുവൻ കേരളയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ നിങ്ങൾ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഇനി അതേപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ NEET UG ഓൾറെഡി പരീക്ഷ എഴുതി നിർഭാഗ്യവശം എന്ന് പറയട്ടെ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. എന്നാലും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എനിക്ക് പറയണം അത് നിങ്ങൾക്ക് ഒരുപക്ഷെ അതൊരു നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുണ്ട് പരീക്ഷ വീണ്ടും പരീക്ഷ നടത്തുന്നത്. കാരണം ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക അഥവാ ആ ഒരു പരീക്ഷ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇളവ് ലഭിച്ചുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അനർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ ക്വാളിഫൈഡ് ആവുകയും അഡ്മിഷൻ നേടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് NEET വീണ്ടും നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ജൂൺ തന്നെ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ NEET UG രണ്ടാമത് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് NEET UG നിങ്ങൾ എഴുതുക. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന മറ്റൊരു കോഴ്സാണ് DLED എന്ന് പറയുന്ന കോഴ്സ്. ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ആണ്. കാരണം +2 ശേഷം പല വിദ്യാർത്ഥികൾക്കും നോർമലായിട്ട് ഡിഗ്രി പഠിക്കാൻ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ജോലിയിൽ കയറുക എന്നുള്ള താല്പര്യമുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് ആണ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട കോഴ്സ് തന്നെയാണ് DLED അതായത് TTC എന്ന് വിളിച്ചിട്ടുള്ള DLED കോഴ്സ്. അതുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യുന്നതുപോലെ തന്നെ ഈ വർഷവും DLED കോഴ്സിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ അറിയിക്കുന്നതുകൊണ്ട് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ വിട്ടുപോരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. DLED ഓരോ ഘട്ടത്തിലെയും DLED അഡ്മിഷൻ പ്രോസസ്സ് റാങ്ക് ലിസ്റ്റ് ഇൻ്റർവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ അപേക്ഷ കൊടുക്കണം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും DLED സാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തൊട്ടടുത്തൊരു വീഡിയോ സെപ്പറേറ്റ് കോഴ്സിൻ്റെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഓരോ കോഴ്സുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ ഓരോ കോഴ്സിൻ്റെ പ്രാധാന്യവും അതിൻ്റെ അഡ്മിഷൻ ഫീ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനി അതേപോലെ തന്നെ ITEP പലപ്പോഴും +2 കഴിഞ്ഞ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം എന്നെ ഇന്നും ഒരു വിദ്യാർത്ഥി വിളിച്ച് ചോദിച്ചു +2 കഴിഞ്ഞു എനിക്ക് ഡയറക്റ്റ് B.Ed എടുക്കാനാണ് താല്പര്യം എന്താണ് ചെയ്യേണ്ടത്. ITEP ഞാൻ നേരത്തെ പലപ്പോഴും എല്ലാ വർഷവും ഞാൻ ജനുവരി മാസം വിദ്യാർത്ഥികൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാറുണ്ട്. ഈ വർഷം ചെയ്തിട്ടുണ്ട് ITEP ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അതായത് NCETയുടെ ഭാഗമായി കോമൺ അതായത് വിദ്യാർത്ഥി NCTയുടെ ഭാഗം ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് വിളിക്കുന്ന കോമൺ ആയിട്ടുള്ള എക്സാമാണ് ITEP ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. +2 ശേഷം 4 വർഷത്തെ കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രിയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് B.Edും പഠിക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് BCom B.Ed BA B.Ed BSc B.Ed ഓക്കെ ആ രീതിയിൽ നിങ്ങൾക്ക് 4 വർഷത്തെ ഡിഗ്രി അതാണ് BA B.Ed ആണെങ്കിൽ BA ഡിഗ്രിയും കിട്ടി അതിൻ്റെ കൂടെ തന്നെ B.Edും കിട്ടും. ആ രീതിയിലുള്ള കോഴ്സാണ് 4 വർഷത്തെ കോഴ്സ്. അതിൻ്റെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ജനുവരി വിളിച്ചിരുന്നു. അതിൻ്റെ എൻട്രൻസ് എക്സാം ഔട്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് ഏകദേശം ജൂണിൽ വിളിക്കും. അതുകൊണ്ട് അത് ആ രീതിയിൽ റിസൾട്ട് കാത്തിരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. +2ൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിഗ്രിയും B.Edും പഠിക്കാനുള്ള ആ ഒരു ഓപ്ഷൻ. ഇനിയും നിങ്ങൾ അത്തരത്തിൽ +2കാർക്ക് പഠിക്കാൻ ആഗ്രഹിക്കാൻ ഈ വർഷത്തെ അഡ്മിഷൻ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. അതിൻ്റെ അടുത്ത അക്കാഡമിക് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ITEP ആണ് ഓക്കെ.
ഇനി അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് IP എന്ന് പറയുന്ന കോഴ്സ്. അത് എന്താണ് IP? അതായത് പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് അറിയില്ല. അതായത് ഇൻ്റഗ്രേറ്റഡ് PG. ഇൻ്റഗ്രേറ്റഡ് PG എന്ന് പറയുമ്പോൾ +2കാർക്കാണ് ഇൻ്റഗ്രേറ്റഡ് PG കൊടുക്കുന്നത്. അതായത് ഡിഗ്രിയും PGയും ഒന്നായിട്ട് 5 വർഷം കൊണ്ട് ഡിഗ്രിയും PGയും ഒന്നായിട്ട് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുവാൻ സാധിക്കുന്ന കോഴ്സാണ് IP എന്ന് പറയുന്നത്. അത് കേരളത്തിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ തൊട്ടടുത്ത വീക്കിൽ തന്നെ IP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഡ്മിഷന് വിളിക്കും. അതായത് ഉദാഹരണത്തിന് BSc ഫിസിക്സ് ആണെങ്കിൽ BScയും MScയും ഇൻ്റഗ്രേറ്റഡ് ഫിസിക്സ് എന്ന് വെച്ചാൽ BScയും MScയും രണ്ടും ഒന്നായിട്ട് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന കോഴ്സാണ്. അത്തരത്തിൽ IP ഉൾപ്പെടെയുള്ള കോഴ്സുകൾ അഡ്മിഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില കോഴ്സുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ഇനി ഡിഗ്രി എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തന്നെ ഡിഗ്രിയൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ എടുക്കണം. കാരണം ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തുകൊണ്ട് ഇനി അങ്ങോട്ട് വിദ്യാർത്ഥികൾക്ക് നിലനിൽപ്പില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സാധ്യത സ്കോപ്പ് മനസ്സിലാക്കിയിട്ട് നോർമലായിട്ടുള്ളൊരു ഡിഗ്രി സ്വാഭാവികം നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ 3 വർഷത്തെ ഡിഗ്രി എന്നുള്ളത് 4 വർഷം ആക്കിയത് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ജസ്റ്റ് കോമൺ ഡിഗ്രി എന്നല്ല, അതിൻ്റെ കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് കൂടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക എന്നുള്ള ലക്ഷ്യപ്രകാരമാണ് ഡിഗ്രി 4 വർഷം ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പുസ്തകത്തിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെയും നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് ഡിഗ്രിയുടെ കൂടെ നമ്മൾ കൃത്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കോഴ്സ് പൂർത്തീകരിക്കണം. അതുകൊണ്ട് തന്നെ ഡിഗ്രിയൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ 3 വർഷത്തെ 4 വർഷത്തെ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എനിക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ എനിക്ക് പരിശീലനം ലഭിച്ചുകൊണ്ട് ആ മേഖലയിൽ എനിക്ക് ഡയറക്റ്റ് ഡിഗ്രി കഴിഞ്ഞ ശേഷം ജോലി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം. അത്തരത്തിൽ ഡിഗ്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ നമുക്കിനി കേരളത്തിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിക്ക് വളരെ ടോപ്പ് ലെവലിലെ കോളേജിൽ നമുക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഏതൊക്കെ കോഴ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ പേരും ഫോളോ ചെയ്തില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത വീഡിയോയിൽ ഓരോ കോഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ ഈ ചാനൽ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി നമ്മൾ കരിയർ വേൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത വീഡിയോ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പരമാവധി നിങ്ങൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കട്ടെ. മാത്രമല്ല ഒരു വിദ്യാർത്ഥി പോലും നിങ്ങൾ +2വിന് ശേഷം നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കും പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.